ഹലോ, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് പോണത് എങ്ങോട്ടെന്ന് വെച്ചാൽ കാളിക്കാവുള്ള ഹിമ ഡയാലിസിസ് സെൻ്ററിൽ അവിടെ മീറ്റപ്പ് വെച്ചിട്ടുണ്ട്, യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട്. ഹിമ അറിയാലോ അല്ലേ, ഓൾഡ് ഏജ് ഹോമാണ്. അപ്പോൾ അവിടേക്കാണ് പോണത്. വീട്ടിൽ നിന്ന് ഒരു 7 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടെയാണ് ഇവിടുന്ന് പോണത് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട്, യൂട്യൂബിൽ നിന്ന് പരിചയമുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ കാളികാവ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് 3 ആളും കൂടെ അങ്ങോട്ട് ഹിമയ്ക്ക് പോകാനാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഈ ബാഗ് ഞാൻ ഇന്നലെ വാങ്ങിയതാണ്. ഇങ്ങോട്ട് പോകാൻ വേണ്ടി അതിൻ്റെ അടുത്തുള്ള ബാഗ് മുഴുവൻ കേട് വന്നു. അപ്പോൾ പുതിയൊന്നും എടുത്താണ്ട് ആ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. രാവിലെ ആയതുകൊണ്ട് തുറന്നിട്ടില്ല. അങ്ങനെ 10 ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹിമയിലെത്തി കേട്ടോ. ഇതാ ഇവളാണ് എൻ്റെ ഫ്രണ്ട്. യൂട്യൂബിൽ നിന്നാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. നല്ല അടിപൊളി ചാനലാണ് കേട്ടോ. മുത്തൂസ് വ്ലോഗ് എന്നാണ് ചാനലിൻ്റെ പേര്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. നല്ല അടിപൊളി വീഡിയോസ് കാണാൻ പറ്റും. അവളുടെ സംസാരമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല രസമാണ് കേട്ടിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഹിമയ്ക്ക് എത്തി. സത്യം പറഞ്ഞാൽ ഹിമനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുവരെ ഞാൻ വന്നിട്ടില്ല. ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു മീറ്റപ്പ് ഇവിടെ നടത്തണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കണത്. അങ്ങനെ ഇവിടെ വന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 10:30ക്കാണ് പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടങ്ങാനൊരു 11-11:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എത്തി. ഇനിയിപ്പോൾ പ്രോഗ്രാം ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം. അതിൻ്റെ ഒരു ഭംഗിയാണ് അല്ലേ? അപ്പം എല്ലാവരും ഈ വന്ന ആൾക്കാരൊക്കെ ഇനി ഇൻഷാ അല്ലാ ആയുസ്സും ആരോഗ്യം നമുക്കിത് നിലനിന്ന് തുടർത്തി കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം. ഇതുവരെ 4 വർഷമായി. അപ്പോൾ ഇത് തുടർന്ന് കൊണ്ടുപോകണം. അപ്പോൾ നമ്മളെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. 10:45-നാണ് 10:30 എല്ലാവരോടും വരാൻ പറയുന്നത്. പക്ഷെ ഓരോരുത്തരും ഇങ്ങനെ എത്താനൊക്കെ ഇങ്ങനെ ടൈം വൈകി 11-11:15 ആയിക്കണം എത്തിയപ്പോൾ. അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് സങ്കടമാവട്ടെ സത്യം പറഞ്ഞാൽ. കുറേ പാട്ട് കാര്യങ്ങൾ അങ്ങനെ സംഭവം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കണുണ്ട്. അപ്പോൾ കോപ്പറേറ്റ് വരുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു വോയിസ് ഓവർ കൊടുക്കണം. പിന്നെ ഇവിടെ താമസിക്കുന്ന ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപാട് കഴിവുകൾ ഉള്ളവർ തന്നെയാണ്. കണ്ട് വിളിക്കുകയാണല്ലോ അവിടെ. അവരൊക്കെ ഒരുപാട് കഴിവുള്ളവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും നമുക്ക് കുറേ പാട്ട് പാടി തന്നു. ഭയങ്കര നമ്മൾ എത്രത്തോളം നമുക്ക് അവരെ സന്തോഷപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾ അവരെ സന്തോഷപ്പെടുത്തിയിട്ട് തന്നെയാണ് അന്നത്തെ പരിപാടി അവിടെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ കൊണ്ട് പറ്റണ തരത്തിൽ അവരുമായിട്ട് നമ്മൾ നന്നായിട്ട് സന്തോഷിച്ചിട്ട് ആ ഒരു ദിവസം നിങ്ങളെ കൊണ്ട് പറ്റണ തരത്തിൽ എന്താ പറയാ, ഞങ്ങൾ പാട്ട് പാടി അവര് കൂടെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് തന്നെയായിരുന്നു ആ ഒരു ദിവസം ഉണ്ടായിരുന്നത്. അവരും ഞങ്ങൾക്ക് കുറേ പാട്ട് പാടി തന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ പാട്ടൊക്കെ കേൾക്കാൻ. ഞാൻ ഇതിൽ വെക്കാം. ഫുള്ളായിട്ടൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പറ്റണ തരത്തിലൊക്കെ കുറച്ചും അവരൊക്കെ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. പക്ഷെ എന്താ ചെയ്യാ, അവിടെ പ്രാർത്ഥനയോട് കൂടിയിട്ട് അവളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞത് പ്രാർത്ഥന വന്നു. ഇനി എന്താ പറയാ, വൈകുന്നേരം 4 മണി വരെയായിട്ട് ടൈമുള്ളത്. പറയേണ്ടതാണ്. എന്താണെങ്കിലും ഇവിടെ ഇന്ന് ഈ പ്രോഗ്രാമിൽ വീണ്ടും പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് ഉപ്പയും ഉമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ നിലയും വിലയും ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അവരില്ലാത്തൊരു കാലം വരുമ്പോഴാണ്, കണ്ണു പോകുമ്പോഴേ കണ്ണിൻ്റെ കാഴ്ച മനസ്സിലാവുള്ളൂ. ഞാനിവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഉപ്പമാരെ കാണുന്നുണ്ട്. എൻ്റെ ഉപ്പയും ഉമ്മയും ഒന്ന് ആറടി മണ്ണിലാണ്. അവരില്ലാത്തൊരു സങ്കടം, അവർ പോയൊരു വേദന അല്ല ഞമ്മക്കൊരു ഹിന്ദി പാട്ട് പാടണ്ടേ? എല്ലാരും കൂടെ പാടിപ്പിച്ചു പാടണ്ടേ? ഞമ്മക്ക് എല്ലാരും കേട്ടോ. बता दे क्या नाना तुम लौट के आ जाना पिया, रखोगे तो भूल जाओगे, रखोगे तो भूल जाओगे. दुनिया में हमारे एक जीना ही पड़ेगा, जीवन में अगर तो पीना ही पड़ेगा. गिर के मुसीबत में संभलते रहेंगे, गिर जाए मगर आगे अरे गम की दिया कलाम
മിനാരത്തിൽ വളർത്തി പറക്കുന്ന തിരുപാട് ആകാശത്തിന്റെ അപ്പുറത്ത് സുവർഗത്തിൽ ആദർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ ആദർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ലേ അമ്മിയാമോറുസലിങ്ങൾ താമസിക്കും കൊട്ടാരത്തിൽ മുത്തനകളും മത്തിമാരുള്ള സിക്കും പൂന്തോട്ടത്തിൽ പാപ്പയെല്ലാം ഇരിക്കുന്നുണ്ടോ ഈ കുഞ്ഞുമോളെ ഉമ്മച്ചി അരികത്തുണ്ടോ ഉമ്മച്ചി അരികത്തുണ്ടോ കിളിയേ ദിക്റുപാടി കിളിയേ സുബഹിക്ക് മിനാരത്തിൽ വലം വെച്ച് പറക്കുന്ന ദിക്റുപാടി കിളിയേ വേണം മേലാട വേണം പാവാട വേണം മേലാട വേണം അഞ്ചാരപ്പനങ്ങിടുക്കി ഇക്കാന്റെ കരളെ ഇമാന്റെ പൊരുളെ ാണ് നീനമ്മക്ക് മുത്താണ് നീനമ്മക്ക് കിതാബ് മണ്ണിൻ കഥകൾ പറയാ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ നമ്മൾ അവരെ സന്തോഷിപ്പിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ദിവസം അവിടെ വൈൻഡപ്പ് ചെയ്തത് കേട്ടോ. വൈകിട്ട് ഒരു 4 മണി വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അന്നത്തെ ആ ഒരു ദിവസത്തെ ഫുഡ് ഞങ്ങളുടെ വകയായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മള് ആനിവേഴ്സറികൾ കഴിക്കുമ്പോൾ, അതേപോലെ ബർത്ത്ഡേ ഫങ്ഷൻസ് കഴിക്കുമ്പോൾ, കല്യാണം, ഇതുപോലുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു നേരത്തെ ഫുഡ് ഇവർക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം വേറെ ഇല്ല. നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നാളെ പടച്ചവൻ്റെ അടുത്തത് നമുക്ക് അതിൻ്റെ കൂലിയും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ എന്തെല്ലാം ഫങ്ഷൻസ് നടത്തുന്നുണ്ട് ആ ഒരു സമയത്ത് ഇങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരൊന്ന് സന്തോഷിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം വേറെ എന്താ ഉള്ളത്. അവരെ ചേർത്ത് പിടിച്ചിട്ട് അവരുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കുക എന്ന് വെച്ചാൽ അതിന് എന്താ പറയാ, അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. അവർക്കായിക്കോട്ടെ ഞമ്മക്കായിക്കോട്ടെ എല്ലാവർക്കും. ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാളെ പഠിച്ചവനടുത്ത് കിട്ടൂലേ അവരെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ് കേട്ടോ, എന്താ പറയാ, അവർക്കുള്ള വീടുകൾ. ഇങ്ങനെ ഓരോ വീടുകളാണ് കാണാതെ നല്ല രസമുണ്ട് കേട്ടോ ഓരോ വീടുകളും. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു അനുവാദം നമുക്കില്ല. പക്ഷെ നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നടന്ന് വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഹലോ, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കാളികാവ് ഹിമേല. ഇപ്പം മൈക്കില്ലാത്തതുകൊണ്ട് വോയിസ് ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പം നിൽക്കുന്നത് കാളികാവ് ഹിമേലാണ്. അപ്പോൾ ഇന്നിവിടെ ഒരു മീറ്റപ്പ് ഉണ്ട് കേട്ടോ, യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇവരോടൊപ്പം ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടന്നിങ്ങനെ കാണാമെന്ന് കരുതി ഇങ്ങനെ ഇറങ്ങിയതാണ്. എല്ലാവരും പരിചയപ്പെട്ടു, അവരുടെ ഒരുപാട് പാട്ടുകൾ കേട്ടു, അവരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ പറ്റി. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ് കേട്ടോ. കാണുമ്പോൾ സങ്കടം തോന്നും, പക്ഷേ എന്താ ചെയ്യുക,
എല്ലാവരുമായിട്ട് നന്നായിട്ട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. ഇനി അടുത്ത് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് കഴിഞ്ഞ് വൈകുന്നേരമാണ് ഇവിടുന്ന് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിനെ കണ്ടാണെങ്കിൽ ആകെ ചടിച്ചു. ആദ്യം നല്ല സന്തോഷത്തിൽ വന്നതിനും പിന്നെ എന്തായാലും അടിപൊളിയായി വന്നതിനും കാണാൻ പറ്റിയതിനും ഒരുപാട് ആളുകളെ അടുത്തറിയാൻ പറ്റിയതിനും ആണ് എൻ്റെ ഫ്രണ്ട്. ഞാൻ പറഞ്ഞല്ലോ മുത്തൂസ് വ്ളോഗ് എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ടതായിരുന്നു. അവളുടെ വീട് എവിടെ സ്ഥലം, വാണിയമ്പലോ അങ്ങനെ എന്തെങ്കിലും പേര് സ്ഥലം മറന്നു കേട്ടോ. നമ്മള് ഈ കാളികാവ് അടുത്ത് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊക്കെ ഒരു പാട്ട് പാടി. അങ്ങനെ അവിടെ ഉള്ള എല്ലാവരും പാട്ട് പാടി കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല കഴിവുള്ളവർ തന്നെയായിരുന്നു. പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഏകദേശം ഒരു മണി, ഒരു 1:30 ആ ഒരു ടൈം വരെ നമുക്ക് അവരായിട്ട് അവിടെ ഉള്ള ഉപ്പന്മാരായിട്ടും ഉമ്മമാരായിട്ടും ഒക്കെ നമുക്ക് അവിടെ സംസാരിച്ച് അവരെ മാക്സിമം അവരുടെ കൂടെ നമ്മൾ എൻജോയ് ചെയ്ത് ആ ഒരു ടൈം വരെ 1:30 വരെ നമ്മൾ അവരെ കൂടെ തന്നെ ആയിരുന്നു. പിന്നെ അവര് അങ്ങോട്ട് പോയിട്ട് ഉള്ളിലേക്ക് പോയി ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ഒരു ആർമാദിക്കലായിരുന്നു. അവിടെ പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു വന്നിട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു യൂട്യൂബർ അങ്ങോട്ട് മാക്സി കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് മാക്സി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരാള് ഒരു ചാക്ക അരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ നമുക്ക് എന്തൊക്കെ അവിടെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കാട്ടോ അവിടെ വന്നിട്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വർഷം